ഹലോ, ഓണം പ്രമാണിച്ച് നമ്മൾ ഉത്രാടത്തിൻ്റെ അന്ന് രാവിലെ തന്നെ നാട്ടിലെത്തി. എല്ലാ ഇയറിലും ചെയ്യുന്ന പോലെ തന്നെ ഇക്കൊല്ലവും നമുക്ക് പൂക്കൾ വാങ്ങണം, പൂവിടണം, പിന്നെ സദ്യ ഉണ്ടാക്കണം, പിന്നെ കുറേ ഫോട്ടോസ് എടുക്കണം, പുതിയ ഡ്രസ്സ് ഇടണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലൂടെ ആയിരുന്നു ഇപ്രാവശ്യം നാട്ടിലേക്ക് വന്നത്. നാട്ടിൽ വന്നാൽ പൊതുവെ എപ്പോഴും എവിടെയെങ്കിലും ആയിട്ട് പോകാനുണ്ടാവും. അതുകൊണ്ട് തന്നെ റൂമൊക്കെ എന്താ പറയുക ഭയങ്കര അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു അറ്റ്ലീസ്റ്റ് കബോർഡ്സ് എങ്കിലും ഒന്ന് വൃത്തിയാക്കണം എന്ന്. അപ്പം നമുക്ക് വൃത്തിയാക്കാം. വലിയ കാര്യമായിട്ടുള്ള കച്ചറൊന്നുമില്ല, എന്നാലും ഇതൊക്കെ ഒന്ന് അടുക്കി പുറക്കി വെക്കണം. എല്ലാ ഡ്രസ്സും ഇങ്ങനെ വീഡിയോ ആയിട്ടുള്ളത്, അപ്പം അതൊക്കെ ചെയ്യാം. അപ്പം ഇപ്പം കുറച്ച് സമയമുണ്ട്, ആ സമയത്തുള്ളിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് ചെയ്യാം. ഓക്കെ, നമ്മുടെ പുതിയ ബെഡ്ഷീറ്റ് ഒക്കെയാണ്, ഒന്നും പുറത്ത് എടുത്തിട്ട് പോലുമില്ല, അതുപോലെ ഉണ്ട്. ഇത് ആക്ച്വലി എൻ്റെ റിസപ്ഷൻ ഡ്രസ്സായിരുന്നു. കണ്ടോ, അതൊക്കെ ഇപ്പോഴാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചിട്ട് പോയതാണ്. പക്ഷെ ഇതൊക്കെ മടക്കി സെറ്റാക്കി വെക്കണം. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ചായ കുടിക്കാമെന്ന് പറഞ്ഞ് കൊണ്ട് വിളിച്ചിട്ടുണ്ട്. നമുക്ക് ചായ കുടിച്ചിട്ട് വരാം, അതിനുശേഷം ബാക്കി പരിപാടി നോക്കാം. നാട്ടിൽ വന്നായില്ലേ ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് ഫുഡെല്ലാം നമുക്ക് എന്താ പറയാ, നല്ല സുഖമായ നിറഞ്ഞ് സുഖത്തിൽ മനസ്സറിഞ്ഞ് കഴിക്കാൻ പറ്റും. അമ്മയിലാക്കി തരുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ടാസ്ക് കംപ്ലീറ്റഡ്, നമ്മളെല്ലാം സെറ്റാക്കി അവിടെയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് താഴെ പോയിട്ട് ഉണക്കിയല്ലേ, അപ്പം എന്തൊക്കെയൊക്കെ പരിപാടിയൊക്കെ ഉണ്ടാവണ്ടേ, താഴെ പോയിട്ട് എന്തൊക്കെയൊക്കെ ഉണ്ടോ നോക്കാം. എന്തെങ്കിലും പണിയെടുക്കണമല്ലോ. അപ്പം താഴെ പോയിട്ട് പണിയെടുക്കാം അല്ലേടാ. ചേച്ചി എന്നാ ആക്കുന്നത്? ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് വറുക്കുകയാണ്. എനിക്ക് പുതിയ യൂട്യൂബ് ചാനലിന്റെ കാര്യം പറ. ഉത്രാടത്തിനും നമ്മൾ ഒരുപാട് ഐറ്റംസ് ആക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും കൂടി ഉണ്ടായിരുന്നു, എല്ലാവരുടെയും കൂടെ. നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു, നമുക്കൊന്ന് റെഡി ആവണം. ഒന്ന് പുറത്തു പോകാനുണ്ട്, അതുകൊണ്ട് നമുക്കിന്ന് റെഡി ആയിട്ട് പോയിക്കോ. ബൈ. അപ്പം നമ്മൾ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് പിന്നെ നമുക്കൊന്ന് റെഡി ആവണം. അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ എനിക്ക് അത്ര മേക്കപ്പ് മീൻസ് അങ്ങനെ അധികം കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. എനിക്ക് പൊതുവെ താല്പര്യമല്ല. പക്ഷെ ഇപ്പം കുറച്ച് നാളായിട്ട് എന്താ പറയുക, നന്നായിട്ട് റെഡി ആയിട്ട് എല്ലാ സ്ഥലത്തും പോകണം, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ചിന്തകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പം അങ്ങനെ എന്ന് വെച്ച് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നൊരു ലാക്മിൻ്റെ ഒരു ക്രീമുണ്ട്, ഇതിടും. എന്തായാലും അപ്പോൾ ഒരു പൊട്ട്, പിന്നെ ഒരു കമ്മൽ, കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എല്ലാവരും ഫാമിലിയിൽ എല്ലാവരും കൂടി ഇങ്ങനെ ഒത്തുകൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നത്. നമ്മളെല്ലാവരും നല്ല സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചു. അങ്ങനെ എനിക്ക് മാച്ചിങ് ആയിട്ടുള്ള ചെരുപ്പൊക്കെ എടുത്താൽ ഞാൻ വന്നിട്ടുണ്ടായേ.
നമ്മൾ ഒരുപാട് റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലായിടയ്ക്കും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പം ഈവനിങ് ആയിപ്പോയി. അങ്ങനെ നമ്മൾ എല്ലായിടയ്ക്കും പോയി കുറച്ച് ഷോപ്പ് ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തിട്ട് പിന്നെ ഓരോരാളുടെ വീട്ടിലേക്ക് കയറി ഇറങ്ങി. പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളിന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് തട്ടുകടലൊക്കെ നിർത്തി അപ്പം മിക്സും അതുപോലെ തന്നെ ബോണ്ടയും കട്ട്ലേറ്റും ഒക്കെ വാങ്ങി കഴിച്ചു. ഒരുപാട് റിലേറ്റീവ്സ് വീട്ടിൽ പോയി നല്ലൊരു ഹാപ്പനിങ് ഡേ ആയിരുന്നു. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.